ഇറാനെ ആക്രമിച്ചാൽ യെ ലക്ഷ്യമാക്കുമെന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ചാനലിന് അഭിമുഖം നൽകുന്നതിനിടെ നിലപാട് കൃത്യമാക്കി. മുൻപ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില സംശയങ്ങളായിരുന്നുവെങ്കിൽ തങ്ങളത് ദൂരീകരിക്കുന്നു. കൃത്യവും വ്യക്തമായ രീതിയിൽ ഇറാനെക്കുറിച്ച് അമേരിക്ക പഠിച്ചിട്ടില്ല. പഠിക്കാത്തത് കൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും യുദ്ധത്തെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നത്. എന്നാൽ ഞങ്ങൾക്ക് അത് വിഷയമൊന്നുമില്ല. ഞങ്ങൾ യുദ്ധ തയ്യാറെടുപ്പെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു. തങ്ങൾക്ക് നേരെ ഏതു തരത്തിലുള്ള അക്രമം വന്നാലും യുദ്ധമായിട്ട് കണ്ട് തിരിച്ചടിക്കും എന്ന് ആവർത്തിച്ചതോടൊപ്പം തങ്ങളുടെ ലക്ഷ്യപ്രദേശമാണ്, ലക്ഷ്യരാജ്യമാണ് എന്ന് കൃത്യമാക്കുകയും ചെയ്തു. ഇതോടെ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയം പുതിയൊരു തലം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നിടത്തേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 971 മുതൽ തന്നെ ഇറാനും യും തമ്മിൽ ചില അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടായിരുന്നു. ആ ഭിന്നതകൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും പൂർണ്ണമായ രീതിയിൽ അവസാനിച്ചിട്ടില്ല, നിലനിൽക്കുകയാണ്. പറയുന്നത് യും ഇറാനും തമ്മിലുള്ള വിഷയത്തിൽ പ്രധാനമായ രീതിയിൽ അഭിപ്രായ ഭിന്നതയുള്ളത് 3 ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇത് അബു മൂസ ദ്വീപാണ്. ഒന്ന് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. രണ്ടു കൂട്ടരും അവകാശം പറയുന്നു. ആ അവകാശവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. നയതന്ത്ര ബന്ധത്തിലൂടെ ചിലതൊക്കെ പരിഹരിക്കാറുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി സങ്കീർണമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ലേസർ തുമ്പ് ദ്വീപ്, ഗ്രേറ്റർ തുമ്പ് ദ്വീപ്, അബു മൂസ ദ്വീപ്, ഈ 3 ദ്വീപുമായിട്ട് ബന്ധപ്പെട്ടാണ് അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നത്. അതോടനുബന്ധിച്ച് ആ ഒരു വിഷയം കൂടി ഒരു പക്ഷേ യുദ്ധമുണ്ടായാൽ ഈ ഒരു കാര്യം ഇറാൻ പറയാൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തുന്നു. പിന്നീട് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ എയർബേസ് പ്രവർത്തിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് എന്ന് പറയുന്നത്. യിലെ അബുദാബിയിലുള്ള അൽ ദഫ്ര എയർബേസ്. തെക്കൻ അബുദാബിയിൽ നിന്ന് 32 കിലോമീറ്റർ വടക്ക് മാറിയിട്ടാണ് ഈ ഒരു എയർബേസ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അമേരിക്കയുടെ 5000 സൈനികരുണ്ട് എന്നാണ്. 3500 മുതൽ 5000 സൈനികർ 24 മണിക്കൂറും നിരീക്ഷണം നടത്തുന്ന ഒരു എയർബേസ് കൂടിയാണ് അൽ ദഫ്ര എയർബേസ്, അബുദാബിയിലുള്ള അമേരിക്കയുടെ തന്ത്രപ്രധാനമായിരിക്കുന്ന എയർബേസ്. ഇത് തങ്ങളുടെ ലക്ഷ്യമാക്കും എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് പറയുന്നു. അമേരിക്കയുടെ എയർ സിസ്റ്റത്തിനകത്ത് 380ാമത് എയർ എക്സ്പെഡീഷണൽ വിങ് പ്രവർത്തിക്കുന്നത് ഈ മേഖലയിലാണ്. അമേരിക്കയുടെ F-35, F-22, F-15 യുദ്ധവിമാനങ്ങൾ, അതോടൊപ്പം ടാങ്കുകൾ, ഡ്രോണുകൾ, കവചിത വാഹനങ്ങൾ, സംവിധാനങ്ങൾ എല്ലാം ഈ പറയപ്പെട്ട മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ്. ജബൽ അലി പോർട്ടും ഫുജൈറ പോർട്ടും ഇതിന് അനുബന്ധമായ രീതിയിൽ സഹായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും യുടെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ യിൽ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന മേഖലയുടെ പ്രദേശത്തിൻ്റെ പേരാണ് പറഞ്ഞത്. അതോടൊപ്പം മറ്റൊരു റിപ്പോർട്ട് കാണുന്നത്, അത് വളരെ ഗൗരവപരമായ രീതിയിൽ അഭിമുഖമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പറഞ്ഞതാണ്. യുടെ ചില ഭാഗങ്ങളിൽ അമേരിക്കക്ക് നേരിട്ട് ബന്ധങ്ങളുണ്ട്, അഥവാ അവരുടെ സ്റ്റേറ്റ് പോലെ അവർ പ്രവർത്തിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സമ്പൂർണ്ണമായിരിക്കുന്ന നിയന്ത്രണം അമേരിക്കക്കുള്ള തരത്തിലാണ് ചില ഭാഗങ്ങളുടെ അമേരിക്കയുടെ ഇടപെടൽ. അത് ചില മേഖലകളും ചില ഏരിയകളും അങ്ങനെയാണ്. അത് പൂർണ്ണമായ രീതിയിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്, സ്റ്റേറ്റായിട്ട് അവർ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അമേരിക്കയുടെ ഒരു സ്റ്റേറ്റിൻ്റെ ഭാഗം പോലെ ഇസ്രായേലിനെ കാണുന്ന പോലെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദുബായിയുടെ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖല പ്രവർത്തിക്കുന്നതെല്ലാം അമേരിക്കയുടെ ഈ മേഖല കേന്ദ്രീകരിച്ചാണ്. IBMൻ്റെയും മൈക്രോസോഫ്റ്റിൻ്റെയും മെറ്റയുടെയും ഏരിയകളെല്ലാം ഇതിനോട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. ഇതെല്ലാം തങ്ങൾ ലക്ഷ്യമാക്കും. സർക്കാരിനെയും ജനങ്ങളെയും തങ്ങൾക്ക് ലക്ഷ്യമില്ല. അമേരിക്കയും സൈനികരെയും തങ്ങൾക്ക് ലക്ഷ്യമുണ്ട്. സൈനികരുടെ ബേസ് ലക്ഷ്യമുണ്ട്. അതോടൊപ്പം തന്നെ സൈനിക മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവിധ ആയുധങ്ങളെയും തങ്ങൾ ലക്ഷ്യമാക്കും. അത് യുദ്ധവിമാനങ്ങളും അതേപോലെ തന്നെ ഈ ടാങ്കുകൾ, പിന്നെ ഡ്രോണുകൾ, കവചിത വാഹനങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം തങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്നുള്ളതാണ്. ഈ വിഷയങ്ങൾ വളരെ കൃത്യതയോടുകൂടി ആവർത്തിച്ച് ഇറാൻ പറയുന്നതോടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത രീതിയിൽ നിരാശയിലും ഭയപ്പാടിലുമാണ്.
രണ്ടാം ലോക യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്ത അമേരിക്കക്ക് ജപ്പാനുമായിട്ട് യുദ്ധമുണ്ടാകുന്ന സമയത്ത് ഇല്ലാത്തൊരു പേടി ഇപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ് കാര്യം. ഇതിനിടെ തന്നെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനമായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. തങ്ങളുടെ ആയുധത്തിൻ്റെ മുനമ്പ് ലക്ഷ്യമാക്കാത്ത അല്ലെങ്കിൽ തങ്ങളുടെ ആയുധത്തിൻ്റെ മുനമ്പ് എത്താത്ത ഒരു ഏരിയയും ഈ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ എയർ ബേസ് ആയിട്ട് പ്രവർത്തിക്കുന്നില്ല. ഞങ്ങളുടെ കയ്യിലുള്ളത് മൂർച്ചയുള്ള ആയുധങ്ങളാണ്. അതിന് തങ്ങൾ പരീക്ഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന് വലിയ സഹായം ഞങ്ങൾക്ക് ഇസ്രായേൽ ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങൾ ആ കാര്യത്തിൽ ഇസ്രായേലിനോട് നന്ദിയുള്ളവരാണ്. ഇറാൻ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആ പരാമർശിക്കുന്നത്. അങ്ങനെ അവർ ആക്രമിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നിലവിൽ വലിയ മാരകമായിരിക്കുന്ന ഒരു യുദ്ധം ആരംഭിക്കുമായിരുന്നു. കാര്യം ഞങ്ങളുടെ സൈനിക ശക്തിയോ ഫലത്തെക്കുറിച്ചോ ലോകത്തിന് ഒരു നിശ്ചയമില്ലായിരുന്നു. അവർ മറ്റുള്ള രാജ്യങ്ങളെ പോലെ, അത് ലെബനാനെ പോലെ വളരെ എളുപ്പത്തിൽ തന്നെ ബോംബ് സ്ഫോടനം നടത്തി ഭയപ്പാടുണ്ടാക്കി കീഴടക്കാൻ വേണ്ടി പറ്റുന്ന പാകത്തിലുള്ള ഒരു സംവിധാനം മാത്രമേ രാജ്യത്തിനുള്ളൂ എന്ന് ലോകം മനസ്സിലാക്കി. ഇസ്രായേലും അത് തന്നെ മനസ്സിലാക്കി. അങ്ങനെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ബോംബ് പോലും ഇടാൻ വേണ്ടി ഇസ്രായേൽ ഭയക്കാത്തതിൻ്റെ കാര്യം ഞങ്ങളുടെ തിരിച്ചടിക്ക് അവർക്ക് പറ്റിയിരിക്കുന്ന മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ആദ്യാദ്യ ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ അകത്ത് പ്രക്ഷോഭം നടന്ന സമയത്ത് പിന്തുണ പ്രഖ്യാപിക്കുകയും വലിയ രീതിയിലുള്ള സഹായം നൽകുകയും നിങ്ങളുടെ ക്ഷേമകാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പ്രക്ഷോഭകാരികളോട് പറയുകയും ചെയ്ത ഇസ്രായേൽ പിന്നീട് മൗനത്തിലായി. കാര്യം ഞങ്ങൾ ഇസ്രായേലിനെ ലക്ഷ്യം വെക്കും എന്നുള്ളത് വളരെ കൃത്യതയോട് കൂടി തന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്ക എല്ലാവിധ സംവിധാനത്തോടു കൂടിയാണ് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി സർവ്വ മേഖലയും കര, നാവിക, വ്യോമ മേഖല എല്ലാം വളഞ്ഞ് റെഡിയായി കുത്തിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളോടും അലർട്ട് പറഞ്ഞുകൊണ്ട് റെഡിയാവാൻ പറയുകയും ചെയ്തു. ഇത്രയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, അല്ലെ ഇത്രയൊന്നും തയ്യാറെടുപ്പ് നടത്താതെ വളരെ എളുപ്പത്തിലാണ് വെനിസുലൻ പ്രസിഡന്റിനെ അമേരിക്ക തട്ടിക്കൊണ്ടുപോയത്. ഒരു സുപ്രഭാതത്തിൽ അതുമായി ബന്ധപ്പെട്ട് അവിടെ 3-4 സ്ഫോടനങ്ങൾ നടന്നു. ആ സ്ഫോടനത്തിൽ രാജ്യത്തിൻ്റെ ആ തന്ത്രപ്രധാനമായിരിക്കുന്ന തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ടായി. സൈനികർക്ക് അങ്ങനെ ഭയപ്പാടുണ്ടാക്കാൻ വേണ്ടിയും ജനങ്ങൾക്കുണ്ടാക്കാൻ വേണ്ടിയും സുരക്ഷാ സംവിധാനത്തിലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സ്ഫോടനം നടത്തിയത്. സ്ഫോടനത്തിൽ ആരും മരണപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആളൊഴിഞ്ഞ തകർന്നിരിക്കുന്ന ബിൽഡിങ്ങിൽ അല്ലെങ്കിൽ പൂർത്തീകരിക്കാത്ത ബിൽഡിങ്ങിൻ്റെ അകത്താണ് അമേരിക്ക സ്ഫോടനം നടത്തിയത്. സ്ഫോടനം നടത്തുക എന്ന് പറഞ്ഞാൽ ഭയപ്പാടുണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം. അതിലവർ വിജയിച്ചു. വളരെ എളുപ്പത്തിൽ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. അടുത്ത ഘട്ടം ഇറാനാണ് എന്നൊരു മുന്നറിയിപ്പ് കൂടി അമേരിക്ക നൽകി. ഞങ്ങളതിന് തയ്യാറായി കാത്തിരിക്കുകയാണ് എന്ന് ഇറാൻ അതിന് മറുപടി നൽകി. പിന്നീടാണ് വലിയ രീതിയിലുള്ള സംവിധാന കാര്യങ്ങളുമായിട്ട് എത്തിയത്. അപ്പോൾ തങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ പാകത്തിലുള്ളതാണോ ഇറാൻ എന്നൊരു സംശയം അമേരിക്കയ്ക്ക് തന്നെ ഉണ്ടായത് അവരുടെ ശക്തമായിരിക്കുന്ന പ്രതികരണത്തിൻ്റെ മുൻപിൽ യഥാർത്ഥത്തിൽ പേടിച്ചു പോയി അമേരിക്ക എന്നുള്ളതാണ്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ പോലും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇറാൻ സാധിക്കുമെന്നുള്ളതല്ല എന്ന് മാത്രമല്ല സർവ്വ മേഖലയും അവർ ആക്രമിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നത് അബുദാബിയുമായിട്ട് UAE ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ ഓരോരോ കാര്യം കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. അമേരിക്കയ്ക്ക് ഏതെല്ലാം മേഖലയിൽ ഏതെല്ലാം തരത്തിൽ എങ്ങനെയൊക്കെയാണോ സ്വാധീനമുള്ളത്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവരുടെ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യുന്നത്, ഞങ്ങളത് പഠിച്ചിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു. അവിടെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആയുധങ്ങൾ തങ്ങൾ തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നു. അതിജീവിക്കാനൊന്നും അമേരിക്കയ്ക്ക് സാധിക്കില്ല. പൊള്ളത്തരങ്ങൾ മാത്രമേ അവർ പറയൂ, കള്ളത്തരങ്ങൾ മാത്രമേ അവർ പ്രവർത്തിക്കുകയും ചെയ്യൂ. ഞങ്ങൾ കൃത്യമാണ്, സത്യസന്ധമാണ്. 31ഓളം പ്രവിശ്യയിൽ രൂക്ഷമായിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ ആഞ്ഞടിച്ച സമയത്ത് വളരെ എളുപ്പത്തിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ച രാജ്യത്തിൻ്റെ പേരാണ് റിപ്പബ്ലിക് ഓഫ് ഇറാൻ. യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്തമായ രീതിയിലുള്ള പിന്തുണയോടുകൂടിയാണ് ഇസ്ലാമിക വിപ്ലവം വരുന്നതിന് മുമ്പ് 1989 മുൻപ് 1980 കാലഘട്ടത്തിന് മുൻപ് അവിടെ ഭരണം നടത്തിയിരിക്കുന്ന ചക്രവർത്തിമാരെ അട്ടിമറിച്ചുകൊണ്ട് ആയത്തുള്ള അലി ഖുമേനി രാജ്യഭരണം പിടിച്ചെടുക്കുന്ന സമയത്ത് ആ രാജ്യം അപ്പാടെ ഖുമേനിക്ക് പിന്തുണ പറഞ്ഞിരുന്നു. ആ പിന്തുണ ഇപ്പോഴും ഖംനായിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടു എന്നുള്ളത് കൃത്യമാണ്.
അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യം UAE മാത്രമല്ല, സർവ്വ അറേബ്യൻ മേഖലയിലും, അതായത് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കക്ക് ആധിപത്യവും സർവാധിപത്യവുമുള്ള സർവ്വ മേഖലയും തീക്കൂമ്പാരമായിട്ട് തീഗോളമായിട്ട് മാറ്റാൻ ഇറാന് സാധിക്കും. ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയല്ല വെല്ലുവിളിക്കുന്നത്, ഇറാൻ അമേരിക്കയെ വെല്ലുവിളിക്കുന്നു. വരൂ, യുദ്ധം ചെയ്ത് നോക്കൂ, ഞങ്ങൾ തയ്യാറാണ്, നമുക്കൊന്ന് ഏറ്റുമുട്ടാം എന്ന് ഇറാൻ അമേരിക്കയോട് പറയുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതിൻ്റെ അർത്ഥം അവരുടെ കൈവശത്തിൽ എത്രത്തോളം മാരകമായിരിക്കുന്ന ആയുധങ്ങൾ ഉണ്ട് എന്ന് അമേരിക്കക്കും ലോകത്തിനും ഇപ്പോഴും അറിയുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ പരമ യാഥാർത്ഥ്യം.